വെൽക്കം ടു മൈ ഗാർഡൻ അപ്ഡേറ്റ്സ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് മെയിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ബ്രൗൺ പ്ലാന്റും അതുപോലെ തന്നെ ഒരു ഗ്രാസും പിടിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മേക്ക് ഓവർ ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ബ്രൗൺ പ്ലാന്റ് ആണെങ്കിൽ ആകെ ഉണങ്ങി പോയിട്ട് ഭയങ്കര വൃത്തികേടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിൽ വരുന്ന ഈ ഒരു പ്ലാന്റ്, ഈ ഒരു പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് നമ്മളിവിടെ ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കലാത്തിയ ലൂട്ടിയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും ഭംഗിയുണ്ട് കാരണം ഒരു വൈറ്റ് പാറ്റേൺ കൂടെ അതിൽ വരുമ്പം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൗൺ പ്ലാന്റ് ഇവിടെ നിന്ന് ഫുള്ള് ഇളക്കി കളയാണ്. അതിന് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇവിടെ മാത്രമേ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, പോട്ടിലൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു പ്ലാന്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് ഭയങ്കര ആഴത്തിൽ പോകും, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അത് അത്ര സിമ്പിളായിട്ട് പറിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഏതാണ്ട് കുറേ മണിക്കൂറോളം വർക്ക് ചെയ്തിട്ട് ഫുൾ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളതിൽ കണ്ട ഒരു അരയിലിയെ നമുക്കൊരു പോട്ടിക്ക് മാറ്റണം, അതവിടെ നിന്ന് ഭയങ്കര ബോറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് ചെയ്യുന്നത് ഇതാ നമ്മുടെ സാധാ മണ്ണും അതുപോലെ തന്നെ കൗടങ്ങുമാണ്. നമ്മളെന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ കോക്കോപ്പീറ്റും സാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. അതവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ നമുക്കവിടെ കൊത്തിയിട്ട് എന്താ പറയുക, നമ്മുടെ കൗടങ്ങൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു പ്ലാന്റ് അവിടെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊത്താനൊന്നും അരയില ഉണ്ടെങ്കിൽ പറ്റൂല. അവിടെ നമ്മൾ മണ്ണിളക്കി കഴിഞ്ഞാൽ അരയിലേക്ക് എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ നമ്മളെടുത്ത് ആ ഒരൊറ്റ പീസുള്ളൂ ഈ ഒരു അരയില വെറൈറ്റി. ആ ഒരു പ്ലാന്റിന് അരയില എന്നായിരിക്കും പറയട്ടോ, എനിക്ക് ശരിക്കും അറിയില്ലതൊന്നും. ഞാനാണെങ്കിൽ വെക്കേഷനിൽ മാത്രമേ നമ്മളെ ഗാർഡൻ തിരിഞ്ഞു നോക്കാറുള്ളൂ, ബാക്കിയൊക്കെ അമ്മാൻ്റെ കയ്യിലാണ്. നമ്മൾ നമ്മുടെ കരിയില ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പോട്ട് മിക്സ് നമ്മളിതിലേക്ക് നിറച്ച് കൊടുക്കുക. നമ്മുടെ പോട്ട് മിക്സൊക്കെ നമ്മൾ നിറച്ചതിന് ശേഷം നമ്മുടെ അരയിലേക്ക് അത്ര വലിയ പോട്ടൊന്നും വേണമെന്നില്ല, കാരണം അത് അടിയിൽ നിന്നൊന്നും കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒന്നും വരില്ല. അപ്പം ഈ അരയിൽ നമ്മളൊരു നല്ലൊരു പോട്ടിലാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല റൗണ്ടായിട്ട് നിൽക്കുന്നത് കാണാൻ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് മഴ വന്നുകൊണ്ട് ഇത് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ മുന്നൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗാർഡൻ്റെ മേക്ക് ഓവർ ഒന്നും 3 മിനിറ്റ് ഉള്ളൂ. അതൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്യും. സോ പ്ലീസ് ഫോളോ മൈ ജേർണി. ബൈ.